Hello friends, welcome back to my channel. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ അയർലൻഡ് നഴ്സിംഗ് ഹോം പ്രോസ് ആൻഡ് കോൺസ് ആണ്. ഒപ്പം എന്തുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അയർലൻഡിൽ നഴ്സിംഗ് ഹോം ചൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ആ കാരണം. ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന കമൻസിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജായിട്ട് വരുന്നുണ്ട്. അതിൽ പലതും ഡൗട്ട്സും റിക്വസ്റ്റുകളൊക്കെയാണ്. സോ ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ സന്തോഷമാകാനായിട്ടൊരു കാരണമുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. ആദ്യം ഞാൻ ഈ മെസ്സേജ് ഒന്ന് വായിക്കാം. താങ്ക് യു സോ മച്ച്. വി ആർ ട്രൈയിങ് ഫോർ HSC or private hospitals as well, but it seems like they have started asking for 3 to 6 years of experience. There are chances we might end up getting a nursing home job. Please let us know pros and cons of working in nursing homes. Since we belong to Himachal Pradesh and unable to understand South Indian language, however, we respect what you are doing by providing English subtitles in your videos. We all always be thankful to you. Have a great time. Please make sure to reply to our inquiries if we need you. Thank you so much. ഈ മെസ്സേജ് കണ്ടപ്പോൾ ഒത്തിരി ഹാപ്പിയായി എന്ന് പറയാൻ കാരണം ഇതിൽ ഞാൻ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്തിട്ടുള്ള കാര്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കാണും, എൻ്റെ മിക്ക വീഡിയോസിനും സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ. സോ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. പെട്ടെന്ന് അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ ആണെങ്കിൽ സബ് ടൈറ്റിൽസ് ഒന്നും ആഡ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടാറില്ല. അങ്ങനെയാണ് ചില വീഡിയോസിൽ സബ് ടൈറ്റിൽസ് ഇല്ലാത്തത്. ഇത് ഞാൻ റീസെൻ്റ്ലി തുടങ്ങിയ പരിപാടിയാണ്. ഇങ്ങനെ ഈ സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാനായിട്ടൊരു റീസൺ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാനായിട്ട്. കാരണം പലർക്കും മലയാളം അറിയാൻ മേലാത്ത ഒത്തിരി പേര് ഈ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട്. സോ അത് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഞാൻ എടുത്ത ആ എഫേർട്ടിനെ റെസ്പെക്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞതിലും ഒത്തിരി സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയായി എന്നുള്ളത്. ഇനി നഴ്സിംഗ് ഹോമിൻ്റെ കാര്യം പറയാം. ഞാൻ ഓൾറെഡി നഴ്സിംഗ് ഹോം റിലേറ്റഡ് ആയിട്ട് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്നവർക്കറിയാതെ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് നഴ്സിംഗ് ഹോമിലുള്ളത്. ഹോസ്പിറ്റലിൽ നമ്മൾ പേഷ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നഴ്സിംഗ് ഹോമിലുള്ളവരെ നമ്മൾ റെസിഡൻസ് എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഈ റെസിഡൻസിൻ്റെ റൂമും അവരുടെ വീട്ടിലെ റൂം പോലെ അറേഞ്ച് ചെയ്താണ് നമ്മൾ നഴ്സിംഗ് ഹോമിൽ വെച്ചേക്കുന്നത്. ചിലയിടത്ത് 2 പേരായിരിക്കും ഒരു റൂമിൽ, ചിലയിടത്ത് സിംഗിൾ റൂംസും ഉണ്ട്. എങ്ങനെയാണേലും അവരുടെ ഏരിയ എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ പോലെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് ഹോമിൽ എപ്പോഴും സെയിം പ്രൊസീജിയേഴ്സാണ്. അതിൽ ചേഞ്ച് ഒന്നുമില്ല, ഒരേപോലെ തന്നെയാണ് എല്ലാ റുട്ടീൻസും. പക്ഷേ ഹോസ്പിറ്റലിൽ അങ്ങനെ അല്ലല്ലോ, പ്രൊസീജിയേഴ്സൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പലരും ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്യുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നല്ലത് ഹോസ്പിറ്റലാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം റിക്രൂട്ട്മെൻറ്റ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസിൽ വേക്കൻസീസ് അങ്ങനെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് നഴ്സിംഗ് ഹോമാണ്. നഴ്സിംഗ് ഹോം പ്രൈവറ്റിൻ്റെയും ഉണ്ട്, അതേപോലെ തന്നെ HSCയുടെയും ഉണ്ട്. പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലൊക്കെ വരുന്നവർ സാധാരണ കണ്ടുവരുന്നത് 2 ഇയർ കോൺട്രാക്റ്റിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ HSCയിലേക്ക് മൂവ് ചെയ്യും. ചിലർക്ക് സെയിം റുട്ടീനിൽ തന്നെ വർക്ക് ചെയ്യാനാണ് താല്പര്യം. അപ്പം അങ്ങനെയുള്ളവർ അവിടെ തന്നെ നിൽക്കും. ഹോസ്പിറ്റലിൻ്റെ അത്രയും വർക്ക് പ്രഷറൊന്നും നഴ്സിംഗ് ഹോമിലില്ല. നഴ്സിംഗ് ഹോം ഒരു കൂളായിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂളായിട്ട് ഡ്യൂട്ടി ചെയ്യാനും പറ്റിയൊരു സ്ഥലം നഴ്സിംഗ് ഹോമാണ്, നമ്മൾ വൺസ് അവിടെ ഒന്ന് സെറ്റിലായി കഴിയുമ്പോഴത്തേക്ക്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇതിനുള്ളിൽ തന്നെ നഴ്സിംഗ് ഹോമിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് പ്രോസ്, എന്താണ് കോൺസ്. ആദ്യം നഴ്സിംഗ് ഹോമിൻ്റെ പ്രോസ് എന്താണെന്ന് നോക്കാം. First one, job security and demand. Ireland has an aging population, so there is a steady demand for healthcare workers, especially in elder care. Second one, emotional rewards. Building relationships with residents can be deeply meaningful and fulfilling. Many staff feel a strong sense of purpose. Next is team environment. You often work as a part of a close-knit team, including nurses, healthcare assistants, and support staff. Fourth one is training and career development. Many nursing homes support continuous professional development and offer training programs or assistance with further education. Next one is shift flexibility. Rotating shifts can sometimes offer more flexibility than a 9 to 5 role, allowing for better work-life balance depending on your situation. And the last one is sponsorship opportunities for non-EU workers. Some nursing homes sponsor healthcare workers for work permits and even residency. ഇനി നഴ്സിംഗ് ഹോമിൻ്റെ കോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇമോഷണലി ഡിമാൻഡിങ്. ഡീലിംഗ് വിത്ത് ഡെത്ത്, ഡിമെൻഷ്യ ഓർ ലോങ് ടേം ഇൽനെസ് ക്യാൻ ബി മെൻ്റലി ആൻഡ് ഇമോഷണലി എക്സോസ്റ്റിംഗ്. Second one, physically challenging. The job often involves lifting long hours on your feet and sometimes understaffing issues.
Third one is lower pay for certain roles. Healthcare assistants and support roles may find wages lower compared to hospital settings, especially given the workload. Next one is limited resources. Some nursing homes may be underfunded or lack adequate staffing, which can affect care quality and increase pressure on staff. Next one is repetitive routine. Tasks can be repetitive, which might not suit people looking for more dynamic environments. And the last one is exposure to illness. As with any healthcare settings, there is a risk of catching infections, especially during flu seasons or outbreaks. സോ ഇതൊക്കെയാണ് നഴ്സിംഗ് ഹോമിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്. കുറച്ചൊക്കെ ഹോസ്പിറ്റലായിട്ട് സിമിലാരിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ മാത്രമല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.